അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രഭാത വെളിച്ചം 537 ദിവസം. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്കിടയിൽ വലിയ വിപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. പരസ്പരം പഴി പറയുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയുമൊക്കെ ചെയ്യുന്ന ജനത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെടുത്തുവാനുള്ള വഴികളാണ് ഇന്ന് പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ ഗൗരവത്തോടെ പറയുകയാണ്, അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഇതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ ചീത്ത പറയുക എന്നുള്ളത് തെമ്മാടിത്തരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് പറയുന്നത്, വഖിതാലുഹു കുഫ്റുൻ. ആ മുസ്ലിമായ സഹോദരനോട് പൊരുതുക എന്നുള്ളതോ അത് സത്യനിഷേധവുമാണ്. സത്യനിഷേധത്തിലേക്ക് വഴിവെക്കുന്നതായിരിക്കും മുസ്ലിമായ മനുഷ്യനോട് പൊരുതുക എന്നുള്ളത്. അവനെ തകർക്കണം, അവനെ തളർത്തണം, അവനെ ഇല്ലായ്മ ചെയ്യണമെന്നാഗ്രഹിച്ചുകൊണ്ടുള്ള ഈ രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറെ അപകടകരമാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുസ്ലിമായ മനുഷ്യനെ ആക്ഷേപിക്കുക, അവനെ ചീത്ത വിളിക്കുക, അവനെ അപകീർത്തിപ്പെടുത്തുക, അതൊക്കെ ഏറ്റവും വലിയ തെമ്മാടിത്തരമാണ്. ഫുസൂഖുൻ എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഖിതാലുഹു, അവനെ ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും അവനോട് പൊരുതുക എന്നുള്ളത് അത് സത്യനിഷേധത്തിലേക്ക് വഴിവെക്കുന്നതാണ് എന്ന്. എത്രമേൽ ഗൗരവമുള്ളതാണ്. ഈ കാലുഷ്യങ്ങൾ നിറഞ്ഞ ഈ കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, നമ്മുടെ കൂട്ടുചേരലിലൂടെ ഈ അർത്ഥത്തിലുള്ള അപകടത്തിൻ്റെ വഴിയുണ്ടാകാൻ പാടില്ല. അതിലൂടെ എത്ര വലിയ വിപത്തുകളാണ് ഉണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ നൽകിയ ഈ വെളിച്ചം ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ മുത്തുനബി ഇഷ്ടപ്പെടുന്ന സ്വഭാവ വിശേഷണങ്ങളുടെ ഉടമകളാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഈ ദിവസം നിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും റാഹത്തിലും സന്തോഷത്തിലും സലാമത്തിലുമാക്കി തരണമേ റബ്ബേ. എല്ലാവിധ ആഫാത്ത്, മുസീബാത്ത്, ബലാഉകളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹ്, നന്മകൾ വർദ്ധിപ്പിക്കുവാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ അള്ളാഹ് നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ റഹ്മാനെ. അള്ളാഹ്, ഞങ്ങളിലുള്ള രോഗികൾക്ക് ശിഫ നൽകണമേ. അള്ളാഹ്, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി തരണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം സ്വല്ലി അലാ ജമീൽ അംബിയാഇ വൽ മുർസലീൻ. എല്ലാവരും പ്രത്യേകമായി ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.